ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കായംകുളം പുനലൂർ പാതയിൽ വാഹനാപകടം. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു.
തേക്കിൻകൂപ്പ് പട്ടയ പ്രശ്നത്തിൽ ഇടമൺ സുമേഷിന് പിന്തുണയുമായി പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പിൽ സുമേഷ് മത്സരിക്കണമെന്നും നാട്ടുകാർ. തോട്ടം തൊഴിലാളികൾ വ്യാഴാഴ്ച ദേശീയപാത ഉപരോധിച്ചത് പ്ലാച്ചേരി ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് കടശ്ശേരി സ്വദേശി സാമന്ത്. പത്തനാപുരം കടശ്ശേരി കുമാരി വിലാസത്തിൽ 52 വയസ്സുകാരനായ സാമന്തനാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. ഭാര്യ കൃഷ്ണകുമാരിയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനാപുരം അടൂർ റോഡിൽ ചാങ്കൂർ ജംഗ്ഷൻ സമീപത്തായി വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി വന്ന ലോറി ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ദമ്പതികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സാമന്തന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സ്കൂട്ടർ ലോറിക്കടിയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. അടൂരിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. അടൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പത്തനാപുരം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ രാജിവെച്ചതായി അറിയിച്ചത്. ക്രിമിനൽ സംഘങ്ങളുടെ പ്രേരണയിൽ അധാർമികമായ തീരുമാനത്തിലൂടെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പഞ്ചായത്ത് സെക്രട്ടറിയായ തന്നെ പുറത്താക്കിയതായി അനസ് പള്ളിമുക്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ മറന്നുകൊണ്ട് ചില കച്ചവടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആരുടെയോ ഗൂഢ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പത്തനാപുരം നടന്നിരിക്കുന്നത്. എന്നേക്കുമായി ഞാൻ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും വിട പറയുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ പ്രസിഡന്റ് എന്നോട് വളരെ അതിയായ സ്നേഹം, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കിയ ഈ കാര്യത്തിലാണ്. അതുപോലെ തന്നെ എന്റെ പത്തനാപുരത്തിന്റെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പ്രവാസി ലീഗിന്റെ നിയോജക പ്രസിഡന്റ്. മുസ്ലിം ലീഗ് കച്ചവട സംഘത്തിന്റെ പിടിയിലാണെന്നും തന്നെ പുറത്താക്കിയത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകണമെന്നും അനസ് ആവശ്യപ്പെട്ടു. യാതൊരു മേൽവിലാസവുമില്ല ഇറങ്ങിയ ഒരു സപ്ലിമെന്റ് ആണ്. ഈ സപ്ലിമെന്റ് അടിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ യൂനുസ് കുഞ്ഞ് കഴിഞ്ഞാൽ എ സെയ്ദലി എന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് ഈ സപ്ലിമെന്റ് പത്തനാപുരത്ത് ഇറങ്ങിയത്. ഇതിനെ പ്രതികരിക്കേണ്ടത് പല കച്ചവടക്കാരും 3 ദിവസങ്ങൾക്ക് ശേഷം പല കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വർണ്ണക്കട വ്യാപാരികൾ, അതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, അതുപോലുള്ള വ്യക്തികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിന് ബദലായിട്ട് പത്തനാപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ അറിവോടെ കൊല്ലം ജില്ലാ പ്രസിഡന്റിന്റെ അനുവാദത്തോടുകൂടി ഒരു നോട്ടീസ് അടിക്കും. ഈ നോട്ടീസ് സെയ്ദലിക്കെതിരെ ഇറങ്ങിയ ഒരു നോട്ടീസിന്റെ പേരിൽ എന്നെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വവും മണ്ഡലം നേതൃത്വവും ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം. പാർട്ടിയിൽ നിന്നും രാജിവെച്ചവരുടെ പുതിയ രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് വ്യക്തമാക്കാൻ നേതാക്കൾ തയ്യാറായില്ല. എന്നാൽ അടുത്ത ദിവസം തന്നെ തങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിരവധി പേരിൽ നിന്ന് ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കൈക്കൊണ്ടതെന്നും അവർ പറഞ്ഞു. സെയ്ദാലിയെ പോലൊരു ബോൺ ക്രിമിനൽ ASPയും CIയും ഇന്റിമേഷനിൽ അവരുടെ വ്യക്തമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു ക്രിമിനൽ പത്തനാപുരത്തില്ല. ഇത്രയും ചീറ്റിംഗ് കേസുള്ള ഒരാളില്ല വ്യക്തമായി. അതുപോലെ തന്നെ കോൺവെന്റിൽ, നമ്മുടെ മൗണ്ട് ആബൂർ കോൺവെന്റിലുള്ള ഒരു സിസ്റ്ററിന്റെ കയ്യിൽ നിന്നും 3,50,000 രൂപ അബ്ദുൾ റബ്ബിന്റെ ഓഫീസിൽ കൊടുക്കാനെന്ന് പറഞ്ഞ് ഞാനതിൽ വ്യക്തമായി മധ്യസ്ഥത പറഞ്ഞ ആളാണ്. അതിനുശേഷം സെയ്ദാലിക്ക് നടക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഇപ്പൊ ആ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കാരണം അയാൾ എന്നെ വിളിച്ച് വളരെ വേദനയോടുകൂടി അയാളുടെ പേര് പറയലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മധ്യസ്ഥതയിൽ 1,80,000 രൂപ വാങ്ങി ഞാൻ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പത്തനാപുരത്തെ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവാണ്. അയാൾ എന്നെ വിളിച്ച് വേദന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പേര് പത്രസമ്മേളനത്തിൽ പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇബ്രാഹിം എന്ന മിനിസ്റ്ററിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങി ഈ MLA ഓഫീസിൽ നിന്നും ഫയലുകൾ കൊടുത്ത് പത്തനാപുരത്തെ മുസ്ലിം ലീഗിൽ എത്തിയിട്ടുണ്ട്. വ്യക്തമായി ഞാൻ പറയുന്നു, ഇതിൽ ഞാൻ ചിലപ്പോൾ നാളെ നിങ്ങളുടെ മാധ്യമങ്ങൾ മുന്നിലെത്തി പറയാണ്, ഞാൻ ചിലപ്പം ഈ കേസിന്റെ പുറത്ത് ജയിലിൽ പോയേക്കാം, എനിക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഈ ഫിനാൻസ് പ്രശ്നമില്ലാതെ KFCയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ഉസ്മാൻ സാഹിബ്, നെടുമ്പറമ്പ് വാർഡ് മെമ്പറായിരുന്ന ഉസ്മാൻ സാഹിബ്, ലീഗിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ഇന്ന് കേരള കോൺഗ്രസ് ലീഡർ നെടുവല്ലൂർ സുനിൽ എന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ ഉസ്മാൻ സാഹിബാണ് ആ പോസ്റ്റിൽ ഇരിക്കേണ്ട ആൾ. അത്രയും വില ഉള്ള ഒരാള് എന്തിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ബി വിട്ട് മുസ്ലിം ലീഗിലേക്ക് വന്നു എന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങൾ ചോദിക്കണം. എന്താണ് അതിന്റെ അടിസ്ഥാനം? മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ട്. എന്തുകൊണ്ട് ഇബ്രാഹിമിന് മാത്രം പത്തനാപുരത്ത് വന്നു?
എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് നിങ്ങൾ മാധ്യമക്കാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് മാത്രം പത്തനാപുരത്ത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നാളെ നിങ്ങളുടെ മുമ്പിൽ മുസ്ലിം ലീഗുകാർ വന്നിരിക്കും. 5 മന്ത്രിമാർ എന്തുകൊണ്ട് മഞ്ഞളാംകുഴി അലി സാഹിബ് വന്നില്ല? എന്തുകൊണ്ട് MK മുനീർ സാഹിബ് വന്നില്ല? എന്തുകൊണ്ടാണ് ഈ ഫയലുകൾ കൊണ്ടുകൊടുത്ത ഇബ്രാഹിം കുഞ്ഞ് മാത്രം എന്തുകൊണ്ട് പത്തനാപുരത്ത് വന്നു? വ്യക്തമായ കച്ചവടം. സൈദാലി എന്ന ഏറ്റവും വലിയ പത്തനാപുരത്തിന്റെ ക്രിമിനൽ കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറി അൻസറുദ്ദീൻ വഴി ഓപ്പറേറ്റ് ചെയ്തൊരു നാടകമാണ്. 2 പേരെ വിശ്വസിച്ച് ഏൽപ്പിച്ച 2 ഫയലുകൾ ഇവിടെ താന്നികുള ഷിബുവും ഉസ്മാൻ സാഹിബും കൂടെ ചേർന്ന് മിനിസ്റ്ററുടെ ഓഫീസിൽ കൊണ്ട് വിറ്റതിന് ശേഷം മേടിച്ച പൈസയുടെ പരിപാടിയായിരുന്നു ഇവിടെ നടന്ന മുസ്ലിം ലീഗിന്റെ പരിപാടി. മുസ്ലിം ലീഗ് പാർട്ടിയെ പത്തനാപുരം മേഖലയിൽ ശക്തിപ്പെടുത്തിയ അനസ് പള്ളിമുക്കിനെ പോലുള്ള നേതാക്കളെ പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് തങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുകയാണെന്ന് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അബ്ദുൾ നജീബ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അനസ് പള്ളിമുക്ക്, അബ്ദുൾ അസീസ്, മുസ്തഫ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാനദണ്ഡങ്ങൾ മറികടന്ന് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഏരൂർ എസ്റ്റേറ്റിൽ നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയതായി പരാതി. ഇതിനെതിരെ CITU നേതൃത്വത്തിൽ എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചു. എഴുത്തുപരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങിയയാളെ പുറത്തു നിർത്തി കുറഞ്ഞ മാർക്ക് വാങ്ങിയയാളെ ലക്ഷങ്ങൾ കോഴ വാങ്ങി നിയമിച്ചു എന്നാണ് CITU പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ ഉപരോധ സമരക്കാരെ കണ്ട് ഓഫീസിൽ കയറാതെ മാനേജർ തിരിച്ചുപോയി. CITU പ്രവർത്തകർ ഓഫീസിലെ ഒരു ജീവനക്കാരെ പോലും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ സ്ഥലത്തെത്തിയതിനു ശേഷം മാനേജറെ വിളിച്ചു വരുത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിയമനം നടത്തിയതിൽ അപാകതയുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് രേഖാമൂലം നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചത്. പിന്നെ ഇതടിച്ചു കൊടുക്കരുത്. എഴുത്ത് പരീക്ഷയല്ലേ, നമ്മൾ ഇന്റർവ്യൂ ബോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, 10 മാർക്കല്ലേ ഇന്റർവ്യൂ ഇടാൻ പറ്റും. അപ്പൊ 48 എത്ര ഇട്ടാലും മൊത്തം കൂടെ ഇട്ട് കൊടുത്താലും 58 ഇത് 61 മാർക്ക് എഴുത്ത് പരീക്ഷ കിട്ടിയാണ്. ഹാജരാകുമ്പോൾ 10 കൊടുക്കണമല്ലോ. ആ വെളിയിൽ പണം കൊടുത്തവരാണ്. അത് നമുക്ക് ലക്ഷങ്ങൾ കോഴ വാങ്ങിയും അർഹരെ ഒഴിവാക്കിയും ഇഷ്ടക്കാരെ നിയമിക്കുന്നതിലൂടെ ഓയിൽ പാമിൽ നടക്കുന്നത് കൊടിയ അഴിമതിയാണെന്ന് S. ജയമോഹൻ പറഞ്ഞു. പ്ലാന്റേഷനിൽ നാളിതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിൽ തികഞ്ഞ അനാസ്ഥ എന്നുള്ളതല്ല, കടുത്ത അഴിമതി നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന രൂപ തൊഴിലാളികളുടെ പ്രൊമോഷന്റെ പേര് വാങ്ങിക്കൊണ്ട് അനധികൃതമായിട്ട് നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പ്രക്ഷുബ്ധരായി മാനേജർ ഓഫീസിലേക്കാണ് വരുന്നത്. അപ്പോൾ പരിശോധിക്കപ്പെട്ട് നോക്കിയപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 61 മാർക്കുള്ള ആൾ, എഴുത്ത് പരീക്ഷയിൽ 61 മാർക്കുള്ള ആള് വെളിയിൽ നിൽക്കുന്നു. 48 മാർക്ക് കിട്ടിയ ആള് അകത്ത് കയറിയിരിക്കുന്നു. 48 മാർക്ക് കിട്ടിയ ആള് 5 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. 61 മാർക്ക് കിട്ടിയ ആള് കാശ് കൊടുത്തിട്ടില്ല. അപ്പൊ 61 മാർക്ക് കിട്ടിയ ആള് കാശ് കൊടുക്കാത്തതിന്റെ പേര് വെളിയിൽ നിർത്തിയിട്ട് 50% താഴെ മാത്രം മാർക്ക് കിട്ടിയ ആളിനെ അകത്ത് കയറ്റിയിരിക്കുന്നു എന്നുള്ളത് ലക്ഷക്കണക്കിന് വരുന്ന രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് തന്നെയാണ്. നിയമനം കിട്ടിയിരിക്കുന്ന ആളുകളുടെ മാർക്ക് ലിസ്റ്റും കിട്ടാൻ അവശേഷിക്കുന്ന ആളുകളുടെ മാർക്ക് ലിസ്റ്റും തമ്മിൽ നോക്കിയാൽ അവശേഷിക്കുന്ന ആളുകളുടെ മാർക്കാണ് കൂടുതൽ, കിട്ടിയിരിക്കുന്ന ആളുകൾക്കാണ് കുറവ് എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് ഒരു ബോർഡും മാനേജ്മെന്റും എല്ലാം ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ നിയമന കാര്യത്തിലോ പ്രൊമോഷന്റെ കാര്യത്തിലോ യാതൊരുവിധ അഴിമതിയും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഇപ്പോൾ നിയമനത്തിന്റെ കാര്യത്തിലും പ്രൊമോഷന്റെ കാര്യത്തിലും എല്ലാം എണ്ണ വിൽപ്പനയുടെ കാര്യത്തിലും എല്ലാം കടുത്ത അഴിമതി നടത്തി ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ചില ബോർഡ് മെമ്പർമാരുമായിട്ടുള്ള ആള് നടത്തിക്കൊണ്ടിരിക്കും. ഓയിൽ പാമിൽ നടക്കുന്ന അഴിമതിക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്നും S. ജയമോഹൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞ വിഷമാണ് നരേന്ദ്രമോദിയെന്ന് അഡ്വക്കേറ്റ് K. രാജു MLA. ഇടമുളയ്ക്കൽ ചെമ്പകനല്ലൂർ CPI കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യവെയാണ് MLA മോഡിക്കെതിരെ ആഞ്ഞടിച്ചത്. ഇത് യഥാർത്ഥത്തിൽ വിഷമാണ്. ആ വിഷം എന്തുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു? പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു.
പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞ വിഷമാണ്. പ്രാദേശിക തലത്തിൽ അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പിലാക്കിയതും സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാമെന്ന BJPയുടെ ലക്ഷ്യം വ്യാമോഹം മാത്രമാണെന്നും കേരളം എക്കാലത്തും വർഗീയ ശക്തികൾക്ക് എതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും MLA പറഞ്ഞു. അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന RSS ആണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വർഗീയതയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അദ്ദേഹം ഗുജറാത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയാകുന്ന ഗുജറാത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അവിടെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായ കലാപങ്ങൾ എത്രയാണെന്നറിയാമോ? ആ കലാപങ്ങളിൽപ്പെട്ട എത്രയോ പാവപ്പെട്ട മുസ്ലിങ്ങളും മറ്റ് ജനവിഭാഗങ്ങളും എല്ലാം മരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നു. നൂറുകണക്കിന് ആളുകൾ ആ കലാപത്തിൽപ്പെട്ട് മരിച്ചു. അങ്ങനെ വലിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് നമ്മുടെ നേതാവായി ഇപ്പോൾ ഇരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ മോഡി. കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ വിധിയെഴുത്താകും തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K. സോമരാജൻ അധ്യക്ഷനായിരുന്നു. AYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ രാജേന്ദ്രൻ, AYF വില്ലേജ് സെക്രട്ടറി S. ഹരികൃഷ്ണൻ, R. ശിവലാൽ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. ഇടമൺ തേക്കിൻകൂപ്പ് പ്രദേശത്തെ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടമൺ സുമേഷിന് പിന്തുണയുമായി പ്രദേശവാസികൾ. സുമേഷിന്റെ ശ്രമഫലമായാണ് തങ്ങൾക്ക് പട്ടയം ലഭിച്ചതെന്നും അനധികൃതമായി സുമേഷ് പണം പിരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇടമൺ തേക്കിൻകൂപ്പ് പട്ടയം വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ഇടമൺ സുമേഷിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. തേക്കിൻകൂപ്പിൽ 40 വർഷക്കാലമായി പട്ടയം ലഭിക്കാത്തവർക്ക് പട്ടയം പതിച്ചു നൽകാൻ വേണ്ടി ഇടമൺ സുമേഷ് ശ്രമം നടത്തിയിരുന്നു. ഇതിന്റെ ചിലവിലേക്കായി ജനങ്ങളിൽ നിന്നും പണം പിരിവ് നടത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അനീഷ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം അന്വേഷണത്തിന് എത്തിയതോടെയാണ് സംഭവം വിവാദമായത്. എന്നാൽ വർഷങ്ങളായി തങ്ങളുടെ ആവശ്യം പരിഹരിക്കാൻ സുമേഷ് നടത്തിയ ശ്രമം ഫലം കണ്ടുവെന്നും ഇതിന്റെ ചിലവിലേക്ക് മാത്രമാണ് തങ്ങൾ പണം നൽകിയതെന്നും മറ്റ് രീതിയിൽ സുമേഷ് പണം വാങ്ങിയിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാര് എല്ലാവരോടെ ചേർന്ന് ഈ പട്ടയത്തിലെ 200ഓളം വരുന്ന ആൾക്കാരെ വിളിച്ച് പൊതുയോഗം കൂട്ടി പൊതുയോഗം കൂടി തീരുമാനിച്ചാണ് ഇതിന് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നത്. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സാധിച്ചെടുക്കുന്നതിന് പണച്ചെലവുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ പണം എങ്ങനെ കണ്ടെത്തുമെന്ന് ആ പൊതുയോഗം തീരുമാനം എടുത്തു. അപ്പോൾ സെന്റ് ഒന്നൊക്കെ 50 രൂപ വെച്ച് ഇത് പണം സ്വരൂപിച്ച് നമുക്ക് ഈ പരിപാടി നടപ്പിലാക്കി ഇത് സാധിച്ച് കിട്ടാമെന്ന് എല്ലാവരും ഉറപ്പ് തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 200ഓളം കുടുംബക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സുമേഷിനെ സമീപിച്ച് പ്രമാണവും അതിൻ്റെ പറ്റിയിട്ടിയും ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് തൊട്ട് സുമേഷ് ഇതിൻ്റെ തീവ്ര പ്രവർത്തനത്തിലായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിന് ആദ്യമായി ഒരു വ്യക്തിക്ക് പട്ടയം റെഡിയാക്കി പറ്റിയിട്ട് കൊടുത്തു. അതും പൊതുയോഗം വിളിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഫിലിപ്പ് സാറാണ് ആ പട്ടയം വിതരണം ചെയ്തത് തന്നെ ആദ്യമായി ഒരു വ്യക്തിക്ക്. അത് സ്വീകരിക്കുന്നത് തന്നെ സുമേഷിന് എല്ലാവരും കൂടി പൊന്നാട എണീച്ചും കൊണ്ടാണ് ആ പട്ടയം പറ്റിയിട്ട് ആദ്യമായി കൈപ്പറ്റുന്നത്. തുടർന്ന് പിന്നെ ഘട്ടം ഘട്ടമായി ഓരോരുത്തർക്കും ഇത് ശരിയാക്കി ഏതാണ്ട് 155 പേർക്കോളം ഇത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഏതാണ്ട് 15 പേർക്കോളം ഇത് കൊടുക്കുവാനുണ്ട്. ആ കൊടുക്കുവാൻ അത് താമസം വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് സർക്കാർ തീരുമാനത്തിന് എതിരായി പ്രവർത്തിച്ച രീതിയിലായിരുന്നു. അതെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ താമസക്കാരല്ല, പണ്ട് ഇത് ഹരിജനങ്ങൾക്ക് സർക്കാർ കൊടുക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞ് ഇത് കൈമാറാൻ പാടുള്ളൂ എന്നുള്ളൊരു വ്യവസ്ഥ സർക്കാർ അന്നേ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടാണ് അന്ന് അത് കൈമാറ്റം ചെയ്തത്. അപ്പോൾ ആ ഭൂമി വാങ്ങിയ ആളുകൾക്ക് ഇന്ന് ഇത് പട്ടയം പതിച്ചു കിട്ടുന്നതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. 32 വർഷമായി എനിക്ക് വസ്തു കിട്ടിയിട്ട് പലരും വന്ന് എനിക്ക് പതിച്ചു തരാമെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇതുവരെ അത് നടന്നില്ല. ഇപ്പം സുമേഷ് വിചാരിച്ചുകൊണ്ട് എനിക്കത് പതിച്ചു കിട്ടി. എന്നോട് ഒരുപാട് പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്നാണ് നമ്മൾ സമുദായത്തിലെടുത്ത് വെച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയത്. ആദ്യം ഒരു സെൻറ്റ് പതിക്കുന്നതിന് 100 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. പിന്നെ പാർട്ടിക്കാരുടെ കൂടെ 50 ആക്കി. അങ്ങനെ ഓരോ സെൻറ്റിന് 50 രൂപ വെച്ച് അതാത് എത്രയും ഭൂമി കൂടുതലുണ്ടോ അത്രയും ഇത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സുമേഷ് കൂടുതൽ കാശൊന്നും മേടിച്ചിട്ടുണ്ട്. ഈ 50 രൂപ വെച്ചൊരു സെൻറ്റിന് ഈ 2.5 ഏക്കർ കൂടുതൽ സ്ഥലമുണ്ട് അത്രയും കാശ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു പൈസ ഒരു മേടിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർക്കും ഇല്ല. പണ്ടൊക്കെ പാർട്ടിക്കാരൊക്കെ നടന്ന് ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പിന്നെ ഇത് പ്രമാണം ചെയ്ത് തരാമെന്നും പറഞ്ഞു അവരൊക്കെ കൊണ്ടുപോയി പോയിച്ചോലെ ഇരവാക്കിയതേ ഉള്ളൂ. ഇനി ഇപ്പം ഇവനൊരു ചെറുക്കം വിചാരിച്ചതുകൊണ്ട് ഇത്രയൊക്കെ കൊടുത്തു. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ആപ്പിലാക്കണമല്ലോ.
ഒപ്പം പട്ടയം പതിച്ചു നൽകാമെന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ പാർട്ടികളും പിരിവ് നടത്തിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയായി താൻ മാറിയെന്നും കഴിഞ്ഞ ദിവസം സുമേഷ് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രദേശവാസികൾ സുമേഷിന് പിന്തുണയുമായി എത്തിയത്. എന്നാൽ തേക്കൻകുപ്പ് വാർഡിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ കാത്തിരുന്ന സുമേഷിന് വിജിലൻസ് കേസ് വിനയായി. എന്നാൽ സുമേഷ് തേക്കൻകുപ്പ് വാർഡിൽ തന്നെ മത്സരിക്കണമെന്നും തങ്ങളുടെ പിന്തുണ സുമേഷിന് പൂർണ്ണമായും ഉണ്ടാകുമെന്നുമാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. പ്രശ്നത്തിന്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് അറിയാമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഇടമൺ സുമേഷ് വ്യക്തമാക്കി. തെന്മല ഗ്രാമപഞ്ചായത്തിൽ തേക്കുമുപ്പ് വാർഡ് ഈ 200ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് മത്സരിക്കണം, സ്വതന്ത്രമായിട്ടായാലും ഏത് മുന്നണിയിലായാലും മത്സരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ അതാണെങ്കിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി ആ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് എല്ലാവരുമായിട്ടും കൂട്ടായി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുന്നതാണ്. ലൈവ് വാർത്ത തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ,
Main Road, Patanapuram. Phone 0475235545. ഓതർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കല്ലുംകടവ് പാലത്തിലെ റോഡിന്റെ തകർച്ച അപകടങ്ങൾ ഉണ്ടാക്കുന്നു. മഴക്കാലത്ത് അപകടങ്ങൾ വർദ്ധിക്കാറുമുണ്ട്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാണ്. അപരിചിതരായ ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ അധികവും. മഴ കൂടിയാൽ അപകടങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. പാലത്തിന്റെ കൈവരിക്ക് അധികം ഉയരമില്ലാത്തതിനാൽ അപകടത്തിൽപ്പെടുന്നവർ തോട്ടിൽ വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. കല്ലുംകടവ് പാലത്തിലെ റോഡിന്റെ തകർച്ചയെപ്പറ്റി നിരവധി തവണ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും പേരിനുവേണ്ടി PWD അധികൃതർ കുഴിയടയ്ക്കുന്നതല്ലാതെ ശാശ്വത പരിഹാരത്തിനായി ശ്രമങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല. സ്ത്രീകളടക്കമുള്ള സ്കൂട്ടർ യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. അപകട ഭീഷണി ഉയർത്തുന്ന പാലത്തിലെ റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മെയിൻ റോഡാണ് ഇത്. കുണ്ടും കുഴിയുമായി കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബൈക്ക് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരെ ജനങ്ങളുടെ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാത്ത ഈ നടപടിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വളരെയധികം വിമർശനമുണ്ട്. മാത്രമല്ല ശബരിമല സീസണൊക്കെ വരികയാണ്. ഇത്തരത്തിലുള്ള കുണ്ടും കുഴികളും അടയ്ക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന്. ഒരു ശബരിമല സീസൺ അടുക്കാറായിട്ട് പോലും പുനലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ വളരെ ദുഷ്കരം പിടിച്ചൊരു അപകട മേഖലയാണ് ഇത്. പ്രത്യേകിച്ച് പാലം വണ്ടികൾ വലത്തോട്ട് വെട്ടിച്ച് നിത്യം ഇവിടെ അപകടം ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് പണിയണം എന്നാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണത്തിനായി കമ്പകപ്പലകകൾ വീണ്ടും എത്തി. 1 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 9 ക്യൂബിക് മീറ്റർ നീളമുള്ള 1 ലോഡ് കമ്പകപ്പലകകൾ കൂടിയാണ് എത്തിയിട്ടുള്ളത്. പുനലൂരിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള പുനലൂർ തൂക്കുപാലം വർഷങ്ങളോളം തകർച്ചയിലായിരുന്നു. നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് പല പ്രാവശ്യം തടസ്സപ്പെട്ട നവീകരണം 3 മാസം മുമ്പാണ് സജീവമായത്. കമ്പകത്തടികളുടെ ലഭ്യതയായിരുന്നു നവീകരണത്തിന് നേരിട്ട പ്രധാന പ്രശ്നം. എന്നാൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വനം മന്ത്രിയായിരുന്ന സമയത്ത് വനപ്രദേശങ്ങളിൽ നിന്നും കമ്പകത്തടികൾ ശേഖരിച്ച് ഡിപ്പോകളിൽ എത്തിക്കാൻ ഉത്തരവിട്ടു. ഈ തടികളാണ് ഇപ്പോൾ നവീകരണത്തിനായി ഉപയോഗിക്കുന്നത്. പാലത്തിന്റെ കുറെ ഭാഗങ്ങളിൽ പലകകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. മഴ മൂലം തടസ്സപ്പെട്ടിരുന്ന പണികൾ അടുത്തയാഴ്ചയോടെ പുനരാരംഭിക്കും. കല്ലടയാറിന് മുകളിൽ വരുന്ന ഭാഗത്തെ പണികൾ ഏറെ പ്രയാസകരമാണ്. ചെറിയ താമസമുണ്ടായാലും പരമാവധി 1 മാസത്തിനുള്ളിൽ പണികൾ പൂർത്തിയാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്ലാച്ചേരി ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കൂലി വർധനവ് ആവശ്യപ്പെട്ട് ദേശീയപാത ഉപരോധിച്ചു. AITUC സംസ്ഥാന കമ്മിറ്റി അംഗം VP ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് തൊഴിലാളികൾ പ്ലാച്ചേരി ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ദിവസക്കൂലി 500 രൂപയാക്കണമെന്നും മറ്റ് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. AITUC സംസ്ഥാന കമ്മിറ്റി അംഗം VP ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. A പ്രകാശ് അധ്യക്ഷത വഹിച്ചു. പുനലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D ദിനേശൻ, അനിൽ, സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 10 മണിയോടെ എസ്റ്റേറ്റിൽ നിന്ന് തൊഴിലാളികൾ പ്രകടനമായി എത്തിയാണ് ദേശീയപാത ഉപരോധിച്ചത്. നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്നുവരുന്ന ഗുരുവന്ദനം പരിപാടി മാതൃകാപരമെന്ന് മുൻ MP പന്ന്യൻ രവീന്ദ്രൻ. ഗാന്ധിഭവനിൽ ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതാവും പിതാവുമാണ് 1ഉം 2ഉം സ്ഥാനം. 3ാമത്താണ് ഗുരു. മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പടികളും ചവിട്ടി കയറാനുള്ള പ്രചോദനം ഗുരുവിലുണ്ടാണ്. അങ്ങനെ ഗുരുവന്ദനം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ നാം ഓർക്കും. കേരളത്തിന്റെ ഗുരു, എക്കാലത്തെയും ഗുരു ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി
ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. മുതിർന്നവരോടും രക്ഷിതാക്കളോടുമുള്ള ആദരവും സ്നേഹവും കുറഞ്ഞു വരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പരിപാടികൾ ഏറെ മാതൃകാപരമാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഗുരുവന്ദനം പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ തന്റെ ചുറ്റുപാടുകളെയും രക്ഷിതാക്കളെയും സ്നേഹിക്കാൻ ഏറെ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, എൻ സുഗതൻ, എം ജിയാസുദ്ദീൻ, സത്യശീലൻ, കൃഷ്ണകുമാർ, എസ് സഫറുള്ള ഖാൻ, പട്ടാഴി വർഗീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. UDF-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കുളത്തൂപ്പുഴയിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചു. ചോഴിയക്കോട് വാർഡിലാണ് കോൺഗ്രസ് റിബലായ ജെ പങ്കജാക്ഷൻ പ്രചരണം തുടങ്ങിയത്. ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ചകൾ സജീവമായ വേളയിൽ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് വാർഡിൽ UDF-ന്റെ റിബലായി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന ജെ പങ്കജാക്ഷൻ പ്രചരണം ആരംഭിച്ചു. 5 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പങ്കജാക്ഷൻ 3 തവണ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം, സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പങ്കജാക്ഷൻ ചോഴിയക്കോട് മേഖലയിലെ മികച്ച കോൺഗ്രസ് നേതാവായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കജാക്ഷന്റെ പേര് കോൺഗ്രസ് നേതൃത്വമോ വാർഡ് കമ്മിറ്റിയോ പരാമർശിച്ചില്ല. ഇതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പങ്കജാക്ഷൻ തീരുമാനിച്ചത്. 2005-ലും 2010-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച തന്നെ കോൺഗ്രസുകാർ ഇടതുപക്ഷത്തിന് വോട്ടുകൾ മറിച്ചുവിറ്റ് തന്നെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്നും കഴിഞ്ഞ 2005, 2010-ലും 2010-15-ലും കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ തോൽക്കാനിടയായിട്ടുള്ളതുമാണ്. തോൽക്കാനിടയായിട്ടുള്ള സാഹചര്യം കോൺഗ്രസ് പാർട്ടി തന്നെ എന്നെ നിർത്തുകയും കോൺഗ്രസ് പാർട്ടിയുടെ അടിയുറച്ച വോട്ടുകൾ എനിക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യാൻ ഇടയായിട്ടുള്ളതിനാലാണ് ഞാൻ തോൽവി അടഞ്ഞിട്ടുള്ളത്. തുടർന്ന് വന്ന കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും വാർഡിൽ നടത്തിയിട്ടില്ലെന്നും പങ്കജാക്ഷൻ ആരോപിച്ചു. എനിക്ക് ശേഷം വന്നിട്ടുള്ള 3 വാർഡുകളിലെയും മെമ്പർമാർക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഒന്നടങ്കം ചോഴിയക്കോട്, പ്രത്യേകിച്ച് ചോഴിയക്കോട് ജനറൽ വാർഡിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പട്ടികജാതി സമുദായത്തിന്റെ അനേകം പേർ എന്നോട് സ്വതന്ത്രനായെങ്കിലും ഈ വാർഡിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ പുറത്താണ് ഞാൻ ഈ വാർഡിൽ ഇപ്പോൾ മത്സരിക്കുവാൻ സാഹചര്യമുണ്ടായിരുന്നത്. തന്നിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ തനിക്ക് മികച്ച വിജയം നേടാനാകുമെന്നും ജെ പങ്കജാക്ഷൻ ചാനൽ ലൈവ് വാർത്തകളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ ചന്തയിലെ CITU മത്സ്യത്തൊഴിലാളി യൂണിറ്റിന് തുടക്കമായി. CPM ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ചന്തയിലെ CITU-വിന്റെ കൊടിമരത്തിൽ ചെങ്കൊടി ഉയർത്തിയാണ് CITU മത്സ്യത്തൊഴിലാളി യൂണിയന്റെ അഞ്ചൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തിയത്. അഡ്വക്കേറ്റ് എസ് സൂരജ്, ബാബുരാജ്, നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യൂണിറ്റിന്റെ ഉദ്ഘാടനം. മത്സ്യത്തൊഴിലാളികളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബാബു പണിക്കർ അറിയിച്ചു. സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഒരു തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ യൂണിയന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ യൂണിയന്റെ പ്രവർത്തനത്തിന് ഇന്നിവിടെ തുടക്കം. ലൈവ് വാർത്ത, അഞ്ചൽ. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ INTUC സമരത്തിനെതിരെ CITU നേതാവ് R. പ്രദീപ്. സമരം മാനേജ്മെന്റിനെ സഹായിക്കാനാണെന്ന് CITU നേതാവിന്റെ പ്രതികരണം. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് INTUC കഴുതുരുട്ടിയിൽ നടത്തുന്ന സമരം മാനേജ്മെന്റിനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് CITU നേതാവ് R. പ്രദീപ് ആരോപിച്ചു. മാനേജ്മെന്റിനെ സഹായിക്കുക വഴി തൊഴിലാളികളെ വഞ്ചിക്കാനാണ് INTUC നേതാവ് മാമ്പഴത്തറ സലീം ശ്രമിക്കുന്നത്. കൂടാതെ ദേശീയപാതയോരത്ത് നടത്തുന്ന സമരത്തിന് പിന്നിൽ പണപ്പിരിവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് നടന്നുവരുന്നതെന്നും പ്രദീപ് ആരോപിച്ചു. കഴുതുരുട്ടിയിൽ കിടക്കുന്നത് തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരമാണ് INTUC നേതൃത്വം നടത്തുന്നതെങ്കിൽ അത് ഏതെങ്കിലും എസ്റ്റേറ്റ് ഓഫീസിന്റെ പടിക്കലാകണമായിരുന്നു. യഥാർത്ഥത്തിൽ കഴുതുരുട്ടിയിലെ നിരാഹാര സമരത്തിന്റെ മറവിൽ വണ്ടികളിൽ നിന്നുള്ള പണപ്പിരിവും അതിന്റെ പേരിൽ കുറെ ആളുകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, INTUCയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മദ്യപിക്കുകയും മറ്റു തരത്തിൽ അവിടുത്തെ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തോട്ടം തൊഴിലാളികൾ അവരുടെ ജീവിത പ്രശ്നം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന സമരത്തെ അപഹസിക്കുകയും അപമാനിക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ ചെയ്യുകയാണ് INTUC നേതാവ് ഈ നിരാഹാര സമര നാടകത്തിലൂടെ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ
മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻസ്. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947697697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. ക്ലാസി സാനിറ്ററി വെയർസ്. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള വോട്ടർമാരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിലായി 9 മുതൽ 13 വരെയാണ് കാർഡുകൾ വിതരണം ചെയ്യുന്നത്. പുതുതായി പേരു ചേർത്തിട്ടുള്ള വോട്ടർമാർ താഴെ പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഏറ്റുവാങ്ങേണ്ടതാണ്. ഇടത്തറ, പാതിരിക്കൽ വാർഡുകളിലുള്ളവർ 9-ാം തീയതി 11 മണിക്ക് ഗവൺമെന്റ് HSS ഇടത്തറയിൽ നിന്നും, നടുമുരുപ്പ് വാർഡിലുള്ളവർ 9-ാം തീയതി 3 മണിക്ക് നടുമുരുപ്പ് വായനശാലയിൽ നിന്നും, വാഴപ്പാറ, ചിതൽവെട്ടി, മാങ്കോട്, പൂങ്കുളഞ്ഞി വാർഡുകളിലുള്ളവർ 9-ാം തീയതി 11 മണിക്ക് മാങ്കോട് ശിശുമന്ദിരത്തിൽ നിന്നും, നെടുമ്പറമ്പ്, നടുക്കുന്ന് നോർത്ത്, നടുക്കുന്ന് സൌത്ത് എന്നീ വാർഡുകളിലുള്ളവർ 12-ാം തീയതി 11 മണിക്ക് നടുക്കുന്ന് LPSൽ നിന്നും, ടൗൺ സൌത്ത്, മഞ്ചള്ളൂർ, മാർക്കറ്റ് വാർഡുകളിലുള്ളവർ 12-ാം തീയതി 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും, കാരമോട്, കുണ്ടയം, മൂലക്കട വാർഡുകളിലുള്ളവർ 13-ാം തീയതി 10 മണിക്ക് കുണ്ടയം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും, കല്ലുംകടവ്, ടൗൺ നോർത്ത്, ടൗൺ സെൻട്രൽ എന്നീ വാർഡുകളിൽ ഉള്ളവർ 13-ാം തീയതി 10 മണിക്ക് പത്തനാപുരം പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നും തിരിച്ചറിയൽ കാർഡുകൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ വളപ്പിൽ പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കമായി. കൃഷി ഓഫീസർ L ഭാസ്കരപിള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
ചിതറ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷി ഓഫീസർ എൽ ഭാസ്കരപിള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിഷരഹിതമായ പച്ചക്കറികൾ കൂടി അതായത് രാസകീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് വിളവെടുത്ത് അത് നമ്മുടെ വീടുകളിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. PTA പ്രസിഡന്റ് എ ഹംസ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് നബീസത്ത് ബീവി സ്വാഗതം പറഞ്ഞു. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചീര, പയർ, വെണ്ട തുടങ്ങിയവയുടെ തൈകൾ നട്ടുപിടിപ്പിച്ചു. നിലവിൽ വാഴകൃഷി, മറ്റു പച്ചക്കറികൾ എന്നിവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും സംയുക്തമായ ശ്രമദാനമാണ് കൃഷിക്ക് ഇവിടെ പ്രചോദനമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മത്സരച്ചൂടിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത്. LDF, UDF, BJP കക്ഷികളുടെ ത്രികോണ മത്സരം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഉറപ്പായി കഴിഞ്ഞു. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അവിശ്വാസ പ്രമേയങ്ങൾക്കും സാക്ഷിയായ ഗ്രാമപഞ്ചായത്താണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത്. 20 വർഷങ്ങൾക്ക് ശേഷം UDFന് സ്വന്തമായ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഘടകകക്ഷികളുടെ തമ്മിലടിയും ഗ്രൂപ്പ് പോരും കൊണ്ട് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. CMPക്ക് 2.5 വർഷങ്ങൾക്ക് ശേഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം വിട്ടുനൽകാം എന്ന് UDF കൊടുത്ത വാക്കു പാലിക്കാൻ കഴിയാത്തതിനാൽ CMP മെമ്പർ LDFനോട് ചേരുകയും ഭരണം അട്ടിമറിക്കുകയും ചെയ്തു. തുടർന്ന് CPM നടത്തിയ ഭരണം ദുർഭരണമാണെന്നും വികസനം മുരടിപ്പിക്കുകയായിരുന്നുവെന്നുമുള്ള ആരോപണങ്ങളുമായി UDFും രംഗത്തെത്തി. കയ്യിൽ കിട്ടിയ ഭരണം വിട്ടുകളഞ്ഞതിന്റെ ജാള്യത UDFിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതു വിധേനയും ഭരണം തിരിച്ചുപിടിക്കാനും 5 വർഷം ഭരിക്കാനുമുള്ള വാശിയിലാണ് UDF. എന്നാൽ UDFിലെ ഗ്രൂപ്പ് പോരുകളും ഭരണനഷ്ടവും കഴിഞ്ഞ 2.5 വർഷത്തെ LDFന്റെ ഭരണത്തിന്റെ പോരായ്മകളും എടുത്തുനിരത്തി BJPയും ശക്തമായി മത്സരരംഗത്തുണ്ട്. 19 വാർഡുകളുള്ള അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ 5 വാർഡുകൾ ഉറപ്പായി കഴിഞ്ഞു എന്ന അവകാശവാദവുമായാണ് BJP രംഗത്തുള്ളത്. SNDP BJP കൂട്ടുകെട്ടും SNDP CPM തമ്മിലടിയും സഹായകമാകുമെന്ന് അവർ കരുതുന്നു. BJPയും LDFും സീറ്റ് നിർണയം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. ലൈവ് വാർത്ത, അഞ്ചൽ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ അംഗത്തിനിറങ്ങുമെന്നാണ് സൂചന. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ 7 എണ്ണത്തിൽ CPMഉം 8 എണ്ണത്തിൽ CPIയും 1 വാർഡിൽ കേരള കോൺഗ്രസ് ബിയും മത്സരിക്കും. 1-ാം വാർഡായ ചെറുകടവ് കേരള കോൺഗ്രസ് ബിക്ക് നൽകാൻ തീരുമാനമായതായി അറിയുന്നു. ഇടമൺ, വെള്ളിമല, ആനവട്ടക്കോങ്കൽ, ഉദയഗിരി, അണ്ടൂർപ്പച്ച, ഇന്ദ്രനഗർ, ഉറുകുന്ന്, നാഗമല വാർഡുകളിൽ CPI അംഗത്തിനിറങ്ങും. CPM ചാലിയക്കര, ചെറുതന്നൂർ, തേവർകുന്ന്, തെന്മല, പത്തേക്കർ, ഒറ്റക്കൽ, തേക്കിൻകൂപ്പ് തുടങ്ങിയ വാർഡുകളിൽ മത്സരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതേ സീറ്റുകളിൽ തന്നെയാണ് CPMഉം CPIയും ഇത്തവണയും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗത്തിന് നൽകിയ ചെറുകടവ് സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് ബിക്ക് നൽകിയതൊഴിച്ചാൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെയില്ല. കേരള കോൺഗ്രസ് ബി 2 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു. 15-ാം വാർഡായ ചെറുതന്നൂർ തങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്ന് കേരള കോൺഗ്രസ് ബി വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കേരള കോൺഗ്രസ് ബി മത്സരിക്കുന്ന ചെറുകടവ് വനിതാ സംവരണം വാർഡായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തീരുമാനമായിട്ടില്ല. എന്നാൽ CPMന്റെയും CPIയുടെയും സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ന്യൂസ് ബ്യൂറോ, തെന്മല. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. കായംകുളം പുനലൂർ പാതയിൽ വാഹനാപകടം. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. ഇടമൺ തേക്കിൻകൂപ്പ് പട്ടയ പ്രശ്നത്തിൽ ഇടമൺ സുമേഷിന് പിന്തുണയുമായി പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പിൽ സുമേഷ് മത്സരിക്കണമെന്നും നാട്ടുകാർ. തോട്ടം തൊഴിലാളികൾ വ്യാഴാഴ്ച ദേശീയപാത ഉപരോധിച്ചത് പ്ലാച്ചേരി ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.